ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ലാമ്പ് ഹോൾഡറുകളെ പറ്റിയാണ്. ഇതിൻ്റെ കറണ്ട് റേറ്റിംഗ് 6 ആമ്പിയറും വോൾട്ടേജ് റേറ്റിംഗ് 250 വോൾട്ടുമാണ്. ഇതിൻ്റെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് പോളികാർബണേറ്റ് കൊണ്ടാണ്. ലാമ്പ് ഹോൾഡറിൻ്റെ ക്ലാസിഫിക്കേഷൻ 3 തരമുണ്ട്. ഇപ്പോൾ ചിത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആംഗിൾ പാറ്റേണും ഈ കാണുന്നത് സ്റ്റഡി പാറ്റേൺ ഹോൾഡറുമാണ്. സ്റ്റഡി പാറ്റേൺ ഹോൾഡറിൻ്റെ പുറകുവശത്തുള്ള അടിവശത്തുള്ള ടെർമിനലാണ് ഇപ്പോൾ തൊട്ട് മുമ്പ് കാണിച്ചത്. ഇത് സ്റ്റഡി പാറ്റേൺ ഹോൾഡറിൻ്റെ മുൻവശമാണ്. ഇവിടെയാണ് നമ്മൾ ബൾബിനെ ഉറപ്പിക്കുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് അതിനെ പൊളിച്ചു വച്ചിരിക്കുന്നത് ഭാഗമാണ്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പെൻഡൻ്റ് ലാമ്പ് ഹോൾഡർ. ഇനി ഹോൾഡറിൻ്റെ ഭാഗങ്ങളെ പറ്റി പറയാം. ഇപ്പോൾ ഈ പൊളിച്ച് മാറ്റിയെടുത്ത ഭാഗമാണ് ടെർമിനൽ ബ്ലോക്ക് എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഈ കാണുന്ന 2 ടെർമിനലാണ് നമ്മൾ വയറിനെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്നത്. ഈ ഭാഗം അടിവശത്താണ് ഇരിക്കുന്നത്, ഹോൾഡറിൻ്റെ അടിവശത്ത്. ഈ ടെർമിനൽ സ്ക്രൂ ഇങ്ങനെ ലൂസ് ചെയ്ത ശേഷം അവിടെ നമ്മൾ വയറിനെ ഉറപ്പിക്കും. ഇപ്പോൾ കാണുന്നത് ഹോൾഡറിൻ്റെ മുൻവശമാണ്. ഇവിടെയാണ് നമ്മൾ ബൾബിനെ ഉറപ്പിക്കുന്നത്. ആ ഉറപ്പിക്കുമ്പോൾ അകത്ത് 2 ബയണറ്റ് ടെർമിനലുണ്ട്. അതിൻ്റെ ടെൻഷനാണ്, അതിൻ്റെ സ്പ്രിങ് ടെൻഷനാണ് ഇപ്പോൾ ഒത്തിരി മുമ്പേ തള്ളകളിൽ വെച്ച് അമർത്തി നോക്കിയത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഈ സ്പ്രിങ് ടെൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ബൾബിൻ്റെ ടെർമിനലുമായിട്ട് ഈ ഹോൾഡർ കണക്റ്റ് ആകുകയുള്ളൂ. അപ്പോൾ ഇത് വാങ്ങാൻ സമയത്ത് ഈ 2 ടെർമിനൽസിൻ്റെയും ബയണറ്റ് ടെർമിനൽസിൻ്റെയും സ്പ്രിങ് ടെൻഷൻ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ജെ ടൈപ്പ് ഹൂക്ക് കാണാൻ പറ്റും. ഈ ഹൂക്കിലാണ് ബൾബിൻ്റെ പിന്ന് വന്ന് ഉറച്ചിരിക്കുന്നത്. അപ്പോൾ ആ 2 ജെ ടൈപ്പ് ഹൂക്കിൻ്റെയും കറക്റ്റ് പെർപെൻഡിക്കുലറായിട്ടാണ് ബയണറ്റ് ടെർമിനൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബൾബിൻ്റെ നെക്കിലും ഇതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. പിന്നും 2 ടെർമിനലും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ശരിക്കും 90 ഡിഗ്രിയിലാണ്. അപ്പോൾ അതേപോലെ തന്നെ ഹോൾഡറിനകത്തും ടെർമിനൽസും ഹൂക്കും അറേഞ്ച് ചെയ്താൽ മാത്രമേ ആ കറക്റ്റ് ബൾബിൻ്റെ ടെർമിനലിൽ ഹോൾഡറിൻ്റെ ടെർമിനലുകളുമായിട്ട് കോണ്ടാക്റ്റ് ആകുകയുള്ളൂ. അത് നമ്മൾ നല്ലതുപോലെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും അത് ഒന്നുകൂടെ കാണിക്കുകയാണ്. ശരിക്കും അത് തന്നെ മനസ്സിലാവും. ആ 2 ജെയ്ക്ക് പെർപെൻഡിക്കുലറായിട്ടാണ് ബയണറ്റ് ടെർമിനൽ ഇരിക്കുന്നത്. ഇത് ഹോൾഡറിൻ്റെ ബേസാണ്. ഇതാണ് നമ്മൾ സർഫസിൽ ഉറപ്പിക്കുന്നത്. അത് ഇങ്ങനെ സ്റ്റഡി ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ സ്റ്റഡി പാറ്റേൺ ഹോൾഡർ എന്നായിരിക്കും പറയുന്നത്. ഇപ്പോൾ ചിത്രത്തിൽ കാണുന്ന ആ റിങ് പോലിരിക്കുന്ന ഭാഗത്തിന് ഷെയ്ഡ് റിങ് എന്നാണ് പറയുന്നത്. ബൾബിൻ്റെ പ്രകാശം ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടിടുന്ന ഷെയ്ഡ് ഇതിൻ്റെ അകത്ത് കൂടി ഹോൾഡറിലേക്ക് ഇട്ടതിന് ശേഷമാണ് ഹോൾഡറിൽ ആ റിങ്ങിനെ ഉറപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഷെയ്ഡ് റിങ് എന്ന് പറയുന്നത്. ഈ ബൾബിൽ ഒരു നോർമൽ ലെവലിൽ മാക്സിമം നമുക്ക് ഒരു 200 വാട്ടിൻ്റെ ഒരു ബൾബ് വരെ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിന് മുകളിലോട്ടുള്ളതൊന്നും ഈ ഹോൾഡറിൽ ഉറപ്പിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് ഒരു ആംഗിൾ പാറ്റേൺ ഹോൾഡറാണ്.
അത് സർഫസിൽ ഉറപ്പിക്കുമ്പോൾ അതിങ്ങനെ അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു ആംഗിളിലായിരിക്കും. അതാണ് ബാറ്റൺ ആംഗിൾ ആയതുകൊണ്ടാണ് ആംഗിൾ ബാറ്റൺ എന്ന് പറയുന്നത്. ഈ കാണിക്കുന്ന ആക്സസറി എന്ന് പറയുന്നതാണ് റൗണ്ട് ബ്ലോക്ക്. ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 75 mm ആണ്. അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 24 mm ആണ്. അതിൽ 3 ഹോളുകൾ കാണാൻ പറ്റും. സെൻട്രൽ ഹോളാണ് നമ്മൾ റൗണ്ട് ബ്ലോക്ക് ഉറപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ബാക്കി 2 എണ്ണം തൊട്ടപ്പുറം ഇപ്പുറം കാണുന്നത് വയറുകൾ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി ഹോളുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഹോൾസാണ്. ചെറിയ 2 ഹോള് ഹോൾഡർ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഹോൾഡർ റൗണ്ട് ബ്ലോക്കിൽ ഉറപ്പിക്കുന്ന സ്ക്രൂവിനെ പറ്റിയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സ്ക്രൂവിൻ്റെ ഹെഡിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 6 mm ആണ്. അതിൻ്റെ ഷാങ്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 13 mm ആണ്. ഇതുപോലെ അതിനകത്തേക്ക് ഇട്ടിട്ട് ആ ചെറിയ ഹോളുകളിൽ ആണ് നമ്മൾ ഹോൾഡറുകൾ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇനി ഹോൾഡറിനെ സർഫസിലേക്ക് ഉറപ്പിക്കുന്നതിന് മുൻപായിട്ട് കോൺഡ്യൂട്ട് പൈപ്പ് ഈ റൗണ്ട് ബ്ലോക്കിനകത്തേക്ക് ഉറപ്പിക്കാനായിട്ട് അകത്തേക്ക് കടത്താനായിട്ട് ചെറിയൊരു ഗ്രൂവ് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ 20 mm ഡയുള്ള പൈപ്പാണ് വയ്ക്കുന്നതെങ്കിൽ 20 mm ഡയമീറ്ററിൽ ഒരു ഹോൾ ഉണ്ടാക്കേണ്ടതിനെ പറ്റിയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഹോള് വളരെ കൃത്യതയോടുകൂടി തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് എങ്ങനെ ചെയ്യും എന്നുള്ളത് കട്ടിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെൻറ്റിൽ നമ്മളത് വ്യക്തമായിട്ട് കാണിക്കാം. നമ്മൾ ആ ജോയിൻ്റ് എന്ന് പറയുന്നത് വളരെ കൃത്യതയുള്ളതായിരിക്കണം. അതിനകത്ത് കൂടി മോയ്സ്ചറോ പെസ്റ്റിസൈഡോ ഒന്നും അകത്ത് കയറാൻ പറ്റാത്ത രീതിയിൽ വളരെ വളരെ ടൈറ്റായിട്ട് ചെയ്തെടുക്കേണ്ട, വളരെ ആക്യുറസിയോടുകൂടി ചെയ്തെടുക്കേണ്ട ഒരു വർക്കാണത്. അതിനെ പറ്റിയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 20 mm കോൺഡ്യൂട്ട് പൈപ്പാണ്, ഓപ്പൺ കോൺഡ്യൂട്ട് പൈപ്പാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ആ റൗണ്ട് ബ്ലോക്ക് ഉറപ്പിക്കുന്നതിനുള്ള സ്ക്രൂവിൻ്റെ കാര്യമാണ്. റൗണ്ട് ബ്ലോക്കിൻ്റെ ഹൈറ്റ് 24 mm ആണെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ നമുക്കൊരു 34 mm എങ്കിലും സ്ക്രൂവിൻ്റെ ഷാങ്കിന് നീളം വേണം. അപ്പോൾ 34 mm ഒരു സ്ക്രൂവാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതുപയോഗിച്ചാണ് നമ്മൾ ഈ റൗണ്ട് ബ്ലോക്കിനെ ഉറപ്പിക്കുന്നത്. അതിൻ്റെ ഹെഡ് ഡയ എന്ന് പറയുന്നത് 6 mm ആണ്. ഈ പറഞ്ഞ എല്ലാ സ്ക്രൂകളും നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റീൽ കൊണ്ടാണ്. ഇതുവരെ പറഞ്ഞ ഹോൾഡറുകളെ പറ്റിയുള്ള വിശദീകരണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ച് സ്പെഷ്യൽ ടൈപ്പ് ഹോൾഡറുകളെ പറ്റി സംസാരിക്കാം. ഇതാണ് എഡിസൺസ് സ്ക്രൂ ടൈപ്പ് ഹോൾഡർ. 500 വാട്ട് ബൾബ് അല്ലെങ്കിൽ 1000 വാട്ട് ബൾബ് ഒക്കെ കണക്ട് ചെയ്യേണ്ട സമയത്ത് അത്തരം ഇൻകാൻഡസെൻ്റ് ലാമ്പുകളെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു തരം ഹോൾഡറാണ് ഈ കാണുന്നത്. ഇതിൻ്റെ കറണ്ട് റേറ്റിംഗ് 10 ആമ്പിയർ ആയിരിക്കും. വോൾട്ടേജ് റേറ്റിംഗ് 250 വോൾട്ട് തന്നെയാണ്. ഇതാണ് ബ്രാക്കറ്റ് ഹോൾഡർ. അതായത് ഒരു അടഞ്ഞ ചേമ്പറിനകത്തൊക്കെ ഇരിക്കുന്ന ബൾബുകളെ ഇത്തരം ഹോൾഡറുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും കണക്റ്റ് ചെയ്യുന്നത്. ഇത് പോഴ്സലെയിൻ കൊണ്ടായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാകുക. ഹൈ ഹീറ്റ് ഉള്ള പ്രതലങ്ങളിലാണ് ഇത്തരം ബ്രാക്കറ്റ് ഹോൾഡേഴ്സ്, പോഴ്സലെയിൻ ഹോൾഡേഴ്സും നമ്മൾ ഉപയോഗിക്കുന്നത്. കറണ്ട് റേറ്റിംഗ് 6 ആമ്പിയർ തന്നെയാണ്. ഇനി പലതരം ബൾബുകളുടെ സ്പെസിഫിക്കേഷനെ പറ്റി പറയാം. ഇപ്പോൾ ചിത്രത്തിൽ ഒരു പിൻ ടൈപ്പ് ബൾബുമുണ്ട്, ഒരു സ്ക്രൂ ടൈപ്പ് ബൾബുമുണ്ട്. രണ്ടും LED ലൈറ്റാണ്. പിൻ ടൈപ്പിന് 22 B22 എന്ന നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡാണ്. സ്ക്രൂ ടൈപ്പിന് E27 എന്ന നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 27ഉം 22ഉം എല്ലാം ഞാനൊന്ന് മെഷർ ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ ഹോൾഡറിൻ്റെ ആ നെക്കിൻ്റെ ഡയമീറ്റർ ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതിൻ്റെ ഒരു മെഷർമെൻറ്റും ഒരു ചാർട്ടും ഒക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഏകദേശ അളവുകൾ അതിൻ്റെ സൈസൊക്കെയാണ് ആ പറയുന്നത്. അപ്പോൾ കുറച്ച് അധികം മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ പിടികിട്ടിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരുന്നത്. ഏതായാലും ബൾബിൻ്റെ സൈസും
അതിൻ്റെ ഹോൾഡറിൻ്റെ സൈസും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ വരുന്ന ബൾബിൻ്റെ സൈസൊക്കെ വേറെയാണ്. അതിൻ്റെ ഹോൾഡറും ഒക്കെ അതിനുമൊക്കെ നമ്പറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചാർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൽ നോക്കിയാൽ നമുക്ക് ഏകദേശം എല്ലാ ബൾബുകളുടെയും ഒരു സൈസും അതിൻ്റെ ഹോൾഡറിൻ്റെ സൈസും ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻ്റായി പോസ്റ്റ് ചെയ്യും. ചിത്രത്തിലേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കാമോ? മുകളിൽ ഒരു ബാറ്ററി, താഴെ ഒരു ചെറിയ ബൾബ്, അതിന് രണ്ടിനെയും കൂടി കണക്ട് ചെയ്യുന്ന കുറച്ച് വയർ. ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ കുഞ്ഞായിരിക്കുമ്പോഴെപ്പോഴെങ്കിലുമൊക്കെ നമ്മളിൽ ചിലരെങ്കിലും ഇത് ഉപയോഗിച്ച് ഒരു ബൾബിനെ കത്തിച്ച് കാണും. ഈ 3 സാധനങ്ങൾ ഉപയോഗിച്ച് ഒരു ബൾബ് കത്തിച്ച് ഇങ്ങനെയൊക്കെ കളിച്ചിട്ടുണ്ടാകും ആരെങ്കിലുമൊക്കെ. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന ശാസ്ത്രശാഖയുടെ ഒരു തുടക്കം എന്ന് പറയാവുന്ന ഒരു സർക്യൂട്ടാണ് നമ്മൾ ഈ കാണുന്നത്. മുകളിൽ കാണുന്ന ബാറ്ററിയെ നമുക്ക് എനർജി സോഴ്സ് എന്ന് വിളിക്കാം. അതുപോലെ താഴെ ഉള്ള ബൾബിനെ നമ്മൾ ഇലക്ട്രിക്കൽ ഭാഷയിൽ ലോഡ് എന്നാണ് വിളിക്കാറ്. ഇതിനെ രണ്ടിനെയും കൂടി കണക്ട് ചെയ്യുന്ന വയറിനെ കണ്ടക്ടർ എന്നും വിളിക്കും. ഇടതുവശത്ത് മുകൾ ഭാഗത്തായിട്ട് വയറിൽ 2 ഡോട്ടുകൾ കാണാൻ സാധിക്കുന്നില്ലേ? ആ ഡോട്ടുകളാണ് സ്വിച്ചിൻ്റെ സിമ്പൽ. അപ്പോൾ അത്തരം സ്വിച്ചിനെ നമ്മൾ കൺട്രോളിംഗ് ഡിവൈസ് എന്നാണ് പറയാറ്. ഇതുവരെ പറഞ്ഞ സിമ്പിൾ സർക്യൂട്ട് ഒന്ന് റിയലൈസ് ചെയ്യാനുള്ള ശ്രമമാണ്. അതിനായി നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ ചിത്രമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ബാറ്ററിയുടെ നിർമ്മാതാവ് എവർഡിയാണ്. അതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് 9 വോൾട്ടാണ്. ഇത് ഒരു ഹെവി ഡ്യൂട്ടി ആവശ്യത്തിന് വേണ്ടിയിട്ട, എന്നാൽ ചെറിയ പർപ്പസിൻ്റെ ഹെവി ഡ്യൂട്ടി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കമ്പനി എവിടെയാണെന്നും കമ്പനി അഡ്രസ്സും ഒക്കെയാണ് ഈ സൈഡിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മറു സൈഡിൽ അതിൻ്റെ വോൾട്ടേജും കാര്യങ്ങളുമൊക്കെ കാണിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഈ ബാറ്ററിയുടെ സ്പെസിഫിക്കേഷൻ. നമ്മുടെ ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ ഏതൊരു ഡിവൈസിനും വ്യക്തമായ സ്പെസിഫിക്കേഷനുണ്ട്. അത് പറഞ്ഞാൽ മാത്രമേ ആ പ്രോഡക്റ്റ് കിട്ടുകയുള്ളൂ. ഇവിടെ നമുക്ക് അതിൻ്റെ വോൾട്ടേജൊക്കെ നല്ലതുപോലെ വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അവൈലബിളാണ്. ചിത്രത്തിൽ തന്നെ വോൾട്ടേജ് റേറ്റിങ്ങും അതിൻ്റെ മോഡൽ നമ്പർ, ബാറ്ററിയുടെ മോഡൽ നമ്പരൊക്കെ കിട്ടും. ഇതെന്ന് പറയുന്നത് ബാറ്ററിയുടെ ടോപ്പ് വശമാണ്. ഇപ്പോൾ ഇടതുവശത്തുള്ള ഈ ടെർമിനൽ പോസിറ്റീവും അത് നെഗറ്റീവും, വലതുവശത്തുള്ള ചെറിയ ടെർമിനൽ പോസിറ്റീവുമാണ്. ഇടതുവശം നെഗറ്റീവ്, വലതുവശം പോസിറ്റീവ്. അത് വ്യക്തമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനിടയിൽ ഞാനൊരു LED ബൾബ് കണക്ട് ചെയ്തുകൊണ്ട് അതിനെ കത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ സിമ്പിൾ സർക്യൂട്ടിൽ നമ്മളൊരു സ്വിച്ച് വെച്ചിരുന്നു. ആ സ്വിച്ച് പോലും ഇല്ലാതെയാണ് ഞാനിവിടെ സിമ്പിൾ സർക്യൂട്ടിനെ റിയലൈസ് ചെയ്യുന്നത്. ഇതാണ് LED ബൾബ്. ഈ LED ബൾബിൻ്റെ പോസിറ്റീവിനെ ബാറ്ററിയുടെ പോസിറ്റീവായിട്ടും നെഗറ്റീവിനെ
ബാറ്ററിയുടെ നെഗറ്റീവായിട്ടും കണക്ട് ചെയ്യുമ്പോൾ ഈ LED ബൾബ് കത്തും. അപ്പോൾ ആ സർക്യൂട്ട് എന്ന് പറയുന്നത് വെരി സിമ്പിൾ സർക്യൂട്ടാണ്. അതിൽ നമ്മൾ മറ്റ് ഡിവൈസുകൾ, ഇനി കൺട്രോളിങ് ഡിവൈസായിട്ടുള്ള സ്വിച്ച്, പ്രൊട്ടക്റ്റിംഗ് ഡിവൈസായിട്ടുള്ള ഫ്യൂസ് ഒക്കെ കണക്ട് ചെയ്യുമ്പോഴാണ് അതൊരു ഒറിജിനൽ സർക്യൂട്ടായിട്ട് മാറുന്നത്. ഇപ്പോൾ ദേ LED അങ്ങനെ കണക്ട് ചെയ്തു കത്തുകയും ചെയ്തു. LED നല്ല പ്രകാശിക്കുന്നത് നമ്മൾ കണ്ടു. ദേ നോക്കിക്കോളൂ, LED കത്തുന്നുണ്ട്. അപ്പോൾ ഒരു സിമ്പിൾ സർക്യൂട്ട് എന്ന് പറയുന്നതാണ്. ഇതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ തുടക്കം. നമ്മുടെ കണ്ടക്ടർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ വയർ. ഇനി നമ്മുടെ വീട്ടിലെ സപ്ലൈ ഉപയോഗിച്ച് എങ്ങനെ ഒരു സിമ്പിൾ സർക്യൂട്ട് നിർമ്മിക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ഇപ്പോൾ ചിത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സോക്കറ്റാണ്. 5 പിൻ സോക്കറ്റ്, മൾട്ടിപർപ്പസ് സോക്കറ്റ് എന്നൊക്കെ പറയും. അതിൻ്റെ സ്പെസിഫിക്കേഷൻ, ആക്സസറീസ് പറയുമ്പോൾ ഞാനതിൽ നല്ലതുപോലെ പറയാം. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലെ 2 ടെർമിനലായിരിക്കും ഫേസ് വയർ, ഇടതുവശത്തെ 2 ടെർമിനൽ ന്യൂട്രൽ വയർ, മുകളിലത്തത് എർത്ത് വയർ. അതാണ് ഇതിൻ്റെ ഒരു കണക്ഷൻ കൊടുക്കുന്ന ഒരു രീതി. അപ്പോൾ ഈ ടെസ്റ്റർ ഉപയോഗിച്ച് അതിൻ്റെ ഫേസിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ടെസ്റ്ററിൻ്റെ മുകൾ ഭാഗത്തായിട്ട് തൊടുകയാണെങ്കിൽ, അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്തിട്ട് ടെസ്റ്ററിൻ്റെ മുകൾ ഭാഗത്ത് തൊട്ട് കഴിഞ്ഞാൽ ഈ ടെസ്റ്റർ കത്തും. ഇപ്പോൾ ചിത്രത്തിൽ കാണാൻ കഴിയും. ആ ടെസ്റ്റർ ഗ്ലോ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗ്ലോ ചെയ്യുകയാണെങ്കിൽ അവിടെ ഫേസ് വയർ ഉണ്ട്, ഫേസ് വയറിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ നമ്മൾ ആ സോക്കറ്റിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ ഇപ്പോൾ കാണാൻ കഴിയും ടെസ്റ്റർ കത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ടെസ്റ്ററിൻ്റെ മുകളിൽ തൊട്ടപ്പോൾ ടെസ്റ്റർ കത്തി. ഇങ്ങനെയാണ് ഒരു ഫേസ് വയറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ഒരു മൾട്ടിമീറ്ററിൽ നമുക്ക് എങ്ങനെ ഈ സോക്കറ്റിലെ വോൾട്ടേജ് ഉണ്ടോ ഇല്ലയോ എത്രയാണ് എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ചിത്രം കൂടി കാണാം. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മൾട്ടിമീറ്ററിനെ സോക്കറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മൾട്ടിമീറ്ററിലെ റീഡിംഗ് നമുക്ക് വായിക്കാൻ കഴിയും. 248.7 വോൾട്ട് ടു 48.7 വോൾട്ട് ഉണ്ട്. അപ്പോൾ ആ 248.7 വോൾട്ടിൽ നമുക്ക് ഒരു ഇൻകാൻഡസൻ ലാമ്പ്, സാധാരണ നമ്മുടെ ഒരു വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ബൾബ് കൊടുത്തിട്ട് നമുക്കൊരു സിമ്പിൾ സർക്യൂട്ട് ഉണ്ടാക്കുന്ന രീതിയാണ് ഇനി നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ബൾബിനെ സോക്കറ്റുമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്ന ചിത്രമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു LED ബൾബാണ്. ബൾബ് മുകളിലോട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ സ്വിച്ച് ഓഫാണ്. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അപ്പോൾ ഈ സർക്യൂട്ട് പ്രവർത്തിക്കും. നീല വയറാണ് ന്യൂട്രൽ കണക്ട് ചെയ്തിരിക്കുന്നത്, റെഡ് വയറാണ് ഫേസിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കതിനെ ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. നേരത്തെ നമ്മൾ LED കത്തിച്ച അതേപോലെ ഒരു ഹൈ വോൾട്ടേജിൽ ഒരു ഇൻകാൻഡസൻ ലാമ്പിനെ കത്തിക്കുന്ന രീതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാം. ബൾബ് കത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഹൈ വോൾട്ടേജ് സിമ്പിൾ സർക്യൂട്ട്. അപ്പോൾ ഇത് ഒരു യഥാർത്ഥ സിമ്പിൾ സർക്യൂട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. ഇതിനകത്ത് ഒരു കൺട്രോളിംഗ് ഡിവൈസ്, ഒരു പ്രൊട്ടക്ഷൻ ഡിവൈസ് എല്ലാം ഒക്കെ കണക്ട് ചെയ്ത് അത് ചെയ്യേണ്ട രീതിയിലൊക്കെ ചെയ്തു വന്നാൽ മാത്രമേ നമുക്കൊരു യഥാർത്ഥ സർക്യൂട്ടാണെന്ന് പറയാൻ കഴിയൂ. ഈ സർക്യൂട്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. നേരത്തെ പോലെ തന്നെ ഒരു വലിയൊരു ബാറ്ററി ഉണ്ട്, പിന്നെ അതിനെ കണക്ട് ചെയ്യുന്ന വയറുണ്ട്, ഒരു കൺട്രോളിംഗ് ഡിവൈസായിട്ടുള്ള സ്വിച്ചുണ്ട്, ലോഡുണ്ട്. നേരത്തെ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ ഡിവൈസായിട്ടുള്ള ഫ്യൂസും ഉണ്ട്. അപ്പോൾ ഇതൊരു ഫുൾ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ്. ഇവിടെ 250 വോൾട്ടിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സിമ്പിൾ സർക്യൂട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ സിമ്പിൾ സർക്യൂട്ടിൽ നമ്മൾ ഓരോന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കാം. അപ്പോൾ ഒരു ഫ്യൂസുണ്ട്, അതിൻ്റെ അടിവശത്താണ് ഫേസ് വയർ നമ്മൾ കണക്ട് ചെയ്യുന്നത്.
എന്നിട്ട് ആ ഫ്യൂസിൻ്റെ മുകളിൽ കൂടി ആ ഫേസ്, ഈ താഴത്തെ വയറാണ് ഫേസ് വയർ, അത് നേരെ സ്വിച്ചിലേക്ക് പോയിട്ടുണ്ട്. ആ സ്വിച്ചിൽ പോയതിന് ശേഷം സ്വിച്ചിൻ്റെ രണ്ടാമത്തെ ടെർമിനലിൽ നിന്ന് നേരെ ഈ സീലിംഗ് ക്രോസ് വഴി ബൾബിൽ വരും. ബൾബെന്ന് നേരെ വീണ്ടും അത് ഈ ന്യൂട്രൽ ലിങ്കിലേക്ക് വരും. ഇതാണ് നമ്മുടെ സിമ്പിൾ സർക്യൂട്ട്. നമ്മളൊരു പാറ്റേണിൽ ചെയ്തു വച്ചിരിക്കുകയാണ്. നേരത്തെ കണ്ട സർക്യൂട്ടിലുള്ള എല്ലാ ഡിവൈസുകളും, എല്ലാ ആക്സസറിയും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സിമ്പിൾ സർക്യൂട്ടിൻ്റെ ഒരു ഒറിജിനൽ രൂപമാണ്. അവിടെ നമ്മൾ കണക്ഷൻ വയറുണ്ട്, ഒരു പ്രൊട്ടക്റ്റിംഗ് ഡിവൈസായ ഫ്യൂസുണ്ട്, കൺട്രോളിംഗ് ഡിവൈസായ സ്വിച്ചുണ്ട്, ഒരു ലാമ്പ് ഹോൾഡറുണ്ട്. ഇനി നമുക്ക് സപ്ലൈ സോഴ്സ് നമ്മുടെ KSEB ആണ്. അപ്പോൾ സപ്ലൈ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തി ടെസ്റ്റർ ഉപയോഗിച്ച് ഇനി നമ്മുടെ ഫേസ് വയർ, ന്യൂട്രൽ വയർ ആണ് ഇപ്പോൾ എടുത്തത്. ഫേസ് വയറിനെ നമ്മുടെ KSEBയുടെ ഫേസ് വയറുമായിട്ട് കണക്ട് ചെയ്യാം. അതിനുശേഷം ടെസ്റ്റർ ഉപയോഗിച്ച് ആ ഫേസ് ഫ്യൂസിൻ്റെ അടിയിൽ വരുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തി. ഫ്യൂസ് ഉണ്ടോ എന്ന് ഇപ്പോൾ ഉറപ്പുവരുത്തി. ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഫ്യൂസിൻ്റെ മുകൾ ഭാഗത്ത് വീണ്ടും സപ്ലൈ കണ്ടത്. ഇനി അത് സ്വിച്ചിൽ വരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി. സ്വിച്ചിലും വരുന്നുണ്ട്. സ്വിച്ചിൻ്റെ ഒരു ടെർമിനൽ വരുന്നുണ്ട്, രണ്ടാമത്തെ ടെർമിനൽ വരത്തില്ല, കാരണം സ്വിച്ച് ഓഫാണ്. സ്വിച്ച് ഇപ്പോൾ സ്വിച്ചിനെ ഓൺ ചെയ്തു. ഇപ്പോൾ രണ്ടാമത്തെ ടെർമിനലുണ്ട്. അപ്പോൾ ഇനി ആ രണ്ടാമത്തെ ടെർമിനലിൽ നിന്ന് ബൾബ് വഴി ആ ഫേസ് വയർ നമ്മുടെ ന്യൂട്രൽ വയറായ ബ്ലൂ വയറിലേക്ക് വരും. അപ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആണ്. ബൾബും നല്ലതാണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. ഇനി ആ ന്യൂട്രൽ വയറിനെ KSEB ആയിട്ട് കണക്റ്റ് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് ലൈവ് ആവും, അതായത് ബൾബ് കത്തും. സ്വിച്ച് ഓൺ ചെയ്തു, ബൾബ് കത്തി. അപ്പോൾ ഇതാണ് ഒരു ഒറിജിനൽ സിമ്പിൾ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇനി ഈ സിമ്പിൾ സർക്യൂട്ട് നിർമ്മിക്കുന്നതിനാവശ്യമായ മെറ്റീരിയൽസിൻ്റെ സ്പെസിഫിക്കേഷനും അത് എഴുതുന്ന രീതിയെപ്പറ്റി നമുക്ക് വിശദമായി ഒന്ന് മനസ്സിലാക്കാം. മെറ്റീരിയൽസ് റിക്വയർഡ് എന്നൊരു തലക്കെട്ട് കൊടുക്കുക. അതിന് താഴെ ഇടത് സൈഡിലായിട്ട് സീരിയൽ നമ്പർ, തൊട്ടപ്പുറത്ത് നെയിം ഓഫ് ആക്സസറി, അത് കഴിഞ്ഞിട്ട് അതൊത്തിരി വലിയൊരു കോളമായിരിക്കണം. അത് കഴിഞ്ഞിട്ട് ക്വാണ്ടിറ്റി. ഇവിടെ നമുക്ക് എസ്റ്റിമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഫേസ് വയർ മുതൽ തുടങ്ങി ഫ്യൂസ് അങ്ങനെ പോയി നമുക്ക് ന്യൂട്രൽ വയർ വരെ എത്തുന്ന ഒരു ഓർഡറിൽ നമുക്ക് മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റിയെ നമുക്ക് വിലയിരുത്താം. അപ്പോൾ സപ്ലൈ സോഴ്സിൽ കണക്ട് ചെയ്യുന്ന ഫേസ് വയറിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് PVC ഇൻസുലേറ്റഡ് കോപ്പർ വയർ. അതിൻ്റെ കണ്ടക്ടർ സൈസ് എന്ന് പറയുന്നത് 1 mm² ആണ്. അതിൻ്റെ ഇൻസുലേഷൻ്റെ സ്പെക്ക് എന്ന് പറയുന്നത് അതിൻ്റെ വോൾട്ടേജ് ഗ്രേഡാണ്. ആ വോൾട്ടേജ് ഗ്രേഡ് 600/1100 വോൾട്ടാണ്. അപ്പോൾ ഇത്രയും എഴുതുക. അതിൽ നമ്മൾ ആ ക്യാപ്ഷനിൽ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മൊത്തം ബൾബിൻ്റെ നമ്മുടെ ഈ റെഡ് വയർ മൊത്തം നമുക്ക് 1.5 മീറ്ററാണ്. രണ്ടാമതായിട്ട് പറയുന്നത് കിറ്റ് കാറ്റ് ഫ്യൂസ് യൂണിറ്റാണ്. അതിൻ്റെ മാക്സിമം കറണ്ട് റേറ്റിംഗ് 16 ആംപിയറാണ്. വോൾട്ടേജ് റേറ്റിംഗ് എന്ന് പറയുന്നത് 250 വോൾട്ടാണ്. ക്വാണ്ടിറ്റിയുടെ സ്ഥാനത്ത് 1 നമ്പർ. സീരിയൽ നമ്പർ 3 എന്ന് പറയുന്നത് SPST ടൈപ്പ് സ്വിച്ചാണ്. അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് പിയാനോ ടൈപ്പാണ്. അതിൻ്റെ മാക്സിമം കറണ്ട് റേറ്റിംഗ് എന്ന് പറയുന്നത് 6 ആംപിയറാണ്. വോൾട്ടേജ് റേറ്റിംഗ് എന്ന് പറയുന്നത് 250 വോൾട്ടുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ടാവും, ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1 നമ്പറാണ്. SPSTയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് സിംഗിൾ പോൾ സിംഗിൾ ത്രോ. ഒരു പോൾ, അതായത് ഫേസ് എന്ന് പറയുന്ന ഒരു പോളിനെ മാത്രമേ ഇത് കൺട്രോൾ ചെയ്യുന്നുള്ളൂ. ഒരൊറ്റ ത്രോ മാത്രമേ ഉള്ളൂ. അതാണ് സിംഗിൾ പോൾ സിംഗിൾ ത്രോ. നാലാമതായി പറയാനുള്ളത് പെൻഡൻറ്റ് ലാമ്പ് ഹോൾഡറിനെ പറ്റിയാണ്.
അതിൻ്റെ മാക്സിമം കറണ്ട് റേറ്റിംഗ് 6 ആമ്പിയറാണ്. വോൾട്ടേജ് റേറ്റിംഗ് എന്ന് പറയുന്നത് 250 വോൾട്ട് തന്നെയാണ്. അപ്പോൾ ക്വാണ്ടിറ്റിയുടെ സ്ഥാനത്ത് 1 നമ്പർ എന്ന് എഴുതുക. ക്യാപ്ഷൻ വായിച്ചു നോക്കിയാൽ വ്യക്തമായി മനസ്സിലാകും. അഞ്ചാമതായി പറയാനുള്ളത് LED ബൾബിനെ പറ്റിയാണ്. ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 15 വാട്ടാണ്. വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് 240 വോൾട്ടാണ്. അപ്പോൾ ക്വാണ്ടിറ്റിയുടെ സ്ഥാനത്ത് ബൾബും 1 നമ്പർ. ആറാമതായി പറയാനുള്ളത് ഈ ന്യൂട്രൽ വയറായ ബ്ലൂ വയറിനെ പറ്റിയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ PVC ഇൻസുലേറ്റഡ് കോപ്പർ വയർ 1 സ്ക്വയർ mm, അതിൻ്റെ വോൾട്ടേജ് ഗ്രേഡ് എന്ന് പറയുന്നത് 600/1100 വോൾട്ട്. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 0.5 മീറ്റർ. ഈ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് റിക്വയർഡ് എന്ന് പറയുന്നത് വയർ കട്ട് ചെയ്യാനായിട്ട് ഒരു കട്ടിംഗ് പ്ലെയർ വേണം. 150 mm ഒരു കട്ടിംഗ് പ്ലെയർ, പിന്നെ ഒരു വയർ സ്ട്രിപ്പർ, 100 mm ഒരു വയർ സ്ട്രിപ്പർ, അത് കഴിഞ്ഞിട്ട് ഒരു കോമ്പിനേഷൻ വയർ 150 mm, അത് കഴിഞ്ഞിട്ട് ഒരു കണക്റ്റഡ് സ്ക്രൂ ഡ്രൈവർ, അത് 200 mm, 200 mm × 4. അവസാനമായി വേണ്ടത് 100 mm ഒരു 100 mm 415 വോൾട്ടിൻ്റെ ഒരു ടെസ്റ്റർ. ഈ ടൂൾസുകളെല്ലാം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. അതിൻ്റെ നമ്മുടെ ബോഡിയായിട്ട് ടച്ച് ചെയ്യുന്ന പാർട്ടുകളെല്ലാം ഹൈ ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ ടൂൾസുകളെല്ലാം ഹൈലി ഇൻസുലേറ്റഡ് ആയിരിക്കണം. ആ ഇൻസുലേഷൻ്റെ കാര്യം നമ്മൾ പ്രത്യേകം പ്രൊജക്റ്റ് ചെയ്ത് പറയാനും മറന്നു പോകരുത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു പ്രിക്കോഷനാണ്. ടൂൾസ് പറയുമ്പോഴുള്ള മെയിൻ പ്രിക്കോഷനാണിത്, മറന്നു പോകരുത്.